ഹലോ എവ്രി വൺ, നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സ് ആണ്. 2 ഡിസൈൻസ് കാണുന്നുണ്ട്. അതിലൊന്ന് വന്നിട്ടുള്ളത് സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. ബനാറസി വീവിങ് ഒക്കെ ആയിട്ട് യോക്ക് പോർഷനിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ്, ഫുള്ളായിട്ട് മിറർ വർക്ക് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഡിസൈൻ തന്നെ കാണാം. ഇതിൽ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലേക്ക് വന്നിട്ടുള്ളത് ഒലീവ് ഗ്രീൻ ആണ്, നല്ല ഡാർക്ക് ഒലീവ് ഗ്രീനും യോക്കിലേക്ക് വന്നിട്ടുള്ളത് ബ്രിക്ക് റെഡും ഒരു ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു ഷെയ്ഡാണ്. അതുപോലെ ഇതിൻ്റെ വീവിങ് സ്റ്റൈലിംഗ് ഉണ്ടോ, ഇതിൻ്റെ യോക്കിലേക്ക് വന്നേക്കുന്ന ബോക്സ് പാറ്റേണിൽ ചെറിയ ബൂട്ടാസ് ആണ്, ഒരു പോൾക്ക ഡോട്ട് പാറ്റേണിൽ. എന്നിട്ട് അത് ചെറുത് വലുതായി ഇങ്ങനെ എൻഡിലേക്ക് വരുമ്പോൾ വലിയ പോൾക്ക ഡോട്ട് പാറ്റേണിൽ വരും. ഈവൻ ഫ്രണ്ടിൽ ഫുള്ളായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തിട്ട് പോൾക്ക ഡോട്ട് വീവിങ് ആണ് വന്നേക്കുന്നത്. താഴോട്ട് ബോർഡറും വരുന്നുണ്ട്. പിന്നെ സ്ലീവ്സിന് അഡീഷണൽ ആയിട്ടാണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലേക്ക് ആ ഒരു വീവിങ് സ്റ്റൈലിംഗ് കൊടുത്തിട്ടുണ്ട്. എൻഡിലേക്ക് ബോർഡർ വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഫുള്ളായിട്ട് പ്ലെയിൻ ആയിട്ട് വരും. പിന്നെ ഏറ്റവും എൻഡിലായിട്ട് ബോർഡർ വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ടോപ്പ് വരുന്നത്. ദുപ്പട്ട വന്നേക്കുന്നതാണെങ്കിലും ആ ഒരു ഗ്രീൻ ഷെയ്ഡിലോട്ട് തന്നെയാണ്. ഇതുപോലെ വരും. ഫുള്ളായിട്ട് ബോർഡറും ദുപ്പട്ടയുടെ എൻഡിലേക്കുള്ള വീവിങ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ബോട്ടം വന്നിരിക്കുന്നത് ഗ്രീൻ കളർ. ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ്. ഫാബ്രിക് അത്ര നല്ല ക്വാളിറ്റി പ്യുവർ കോട്ടണിലാണ്. ഒരു ബേബി പിങ്കും ഒരു പെയിൽ യെല്ലോ കളറിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനുള്ള പ്രിൻസ് ആണ് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കാണുന്ന കംപ്ലീറ്റ് ആയിട്ട് ആപ്ലിക് വർക്കാണ്. അതൊരു ഓഫ് വൈറ്റ് കളർ ഫാബ്രിക് ഉപയോഗിച്ചിട്ടുള്ള ആപ്ലിക് വർക്കാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നെക്കിന് ചുറ്റും വന്നിട്ടുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ബൂട്ട പാറ്റേണിൽ ഫ്രണ്ടിലോട്ട് സ്പ്രെഡിങ് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡും ആ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് വന്നേക്കുന്നത്. ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് പ്യുവർ കോട്ട ഫാബ്രിക്കിലാണ്. ഇതിൻ്റെ ദുപ്പട്ടയിലോട്ടും എല്ലാം ആ ആപ്ലിക് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഹാൻഡ് ആപ്ലിക് ആണ്. അപ്പോൾ ടോപ്പിലുള്ള ആ കോൺട്രാസ്റ്റ് ഷീഡാണ് ദുപ്പട്ടയിലോട്ട് കൊടുത്തിരിക്കുന്നത്. ചുറ്റും അതുപോലെ തന്നെ ഒരു ബോർഡർ ആയിട്ടും ഈ ആപ്ലിക് വർക്ക് ഹാൻഡ് വർക്കായിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ബോട്ടം വരുമ്പോൾ പ്യുവർ കോട്ടണിലാണ്. ഇതിൽ സിമിലർ ആയിട്ട് തന്നെ ഒരു ഡിസൈനും കൂടെ അവൈലബിൾ ആണ്. ഇത് ജെറ്റ് ബ്ലാക്കിലാണ് വന്നിട്ടുള്ള ഗ്രേ കോമ്പിനേഷൻ. പ്രിന്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ബാക്കി ഡിസൈനൊക്കെ സിമിലർ ആയിട്ട് വന്നിട്ടുണ്ട്. ആപ്ലിക് വർക്ക് എല്ലാം അതേ പാറ്റേൺ തന്നെ. ബാക്ക് സൈഡ് പിന്നെ ഇതിൻ്റെ ദുപ്പട്ടയും കോട്ട ഫാബ്രിക്കിലാണ്, കോട്ട കോട്ടണിലാണ്. ആപ്ലിക് വർക്കും നല്ല ഭംഗിയായിട്ടുണ്ട്. ബ്ലാക്ക് കളറും ഒരു ബ്രൗൺ കളറിൻ്റെയും കൂടെ കോമ്പിനേഷനിലാണ് ഇതിലേക്കുള്ള ആപ്ലിക് വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ബോട്ടം വന്നിരിക്കുന്നത് ഗ്രേ കോമ്പിനേഷൻ. ഇനി നമ്മൾ കാണുന്നത് പ്യുവർ കോട്ടണിൽ തന്നെ വന്നേക്കുന്ന ഒരു ഡിസൈനാണ്. കംപ്ലീറ്റ്ലി പോൾക്ക ഡോട്ട് ആയിട്ട് ചെയ്തിട്ടുള്ള ഫാബ്രിക്കിലാണ് ഈ ഡിസൈൻ ചെയ്ത് വന്നിട്ടുള്ളത്. നെക്കിന് ചുറ്റുമായിട്ട് ഹെവി ആയിട്ട് കൊടുത്തിരിക്കുന്നത് മിറർ വർക്കാണ്. അതും ഗ്ലാസ് മിറർ വർക്കും പിന്നെ ഇടയ്ക്കൂടെ ഫ്രഞ്ച് നോട്ട്സും കൊടുത്തിട്ടുണ്ട്. നെക്ക് ഓൾറെഡി ഇതിൽ റൗണ്ട് നെക്കായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഏറ്റവും എൻഡിലായിട്ട് ഹെം ലൈനിൽ ക്രോഷ്യ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് ഷിഫോൺ ഫാബ്രിക്കിലാണ്. അതിൽ ഇങ്ങനെ ഡബിൾ ഡൈയിങ് ആയിട്ട് ഷിബോരി പ്രിൻറ്റിങ്ങും ഒക്കെ ആയിട്ട് ചെയ്ത് വന്നേക്കുന്നതാണ്. ചുറ്റും ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കോട്ടൺ ഫാബ്രിക്കും കൊണ്ടുള്ളൊരു ബോട്ടം കൂടെ വന്നിട്ടുണ്ട്. ബോട്ടം വരുമ്പോൾ പ്യുവർ കോട്ടൺ.